അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീജ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 സെപ്റ്റംബർ 20 ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. അതിന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. എനിക്ക് ആദ്യമായി എൻ്റെ ഒരു രോഗസൗഖ്യം കിട്ടിയതിനെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് പീരീഡ്സ് സമയം അമിതമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഡോക്ടറെ കാണുകയും അവിടെ ചെന്ന് ഡോക്ടർ സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ 3 ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് 3 മാസം മരുന്ന് കഴിച്ച് നോക്കാം, അല്ലെങ്കിൽ എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ആ മരുന്ന് 1 മാസം തികച്ചും കഴിച്ചില്ല. എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഹോം നേഴ്സിൻ്റെ ജോലിക്ക് പോകുന്നതാണ്. എനിക്ക് രാവിലെ കേൾക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ മരുന്ന് അവിടെ വെച്ച് ഞാൻ എന്നും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലഡ് കൂടുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും തൈലും ഒഴിച്ച് ഞാനത് കഴിക്കുമായിരുന്നു. അതോടുകൂടി ഞാൻ ഈ ആഴ്ച ഞാനത് സ്കാനിങ്ങിന് പോയി. അത് പോയോന്നറിയാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഫൈബ്രോയിഡ് അവിടെ ചുരുങ്ങി പോയിട്ടുണ്ട്, അത് ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ അസുഖം മാറ്റിയതിന്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് വീട് വെച്ചെടുത്ത് എനിക്ക് റോഡില്ലായിരുന്നു, നടപ്പ് വഴി മാത്രമായിരുന്നു. ഞാൻ ലോണിനൊക്കെ അപേക്ഷ വെക്കാൻ പോയാൽ റോഡില്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞ ലോണൊന്നും കിട്ടുന്നില്ലായിരുന്നു ബാങ്കിൽ നിന്ന്. ഈ ഒക്ടോബർ മാസത്തിലെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു എനിക്ക് റോഡ് കിട്ടാൻ വേണ്ടി. അതും എനിക്ക് അമ്മ മാതാവും തിരുകുമാരനും സാധിച്ചു വന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് എന്നും വഴിയിലൂടെ വിതറുമായിരുന്നു. അതിൻ്റെ ഭാഗമായി എനിക്ക് റോഡ് ലഭിച്ചു. എൻ്റെ മകൾക്ക് ഇത് സെക്കൻഡ് ഇയറിൻ്റെ നേഴ്സിങ്ങിന് കയറിയിരിക്കുന്നതാണ് എൻ്റെ മകൾ. ഫസ്റ്റ് ഇയറിൻ്റെ ഫീസെല്ലാം അടച്ച് സെക്കൻഡ് ഇയറിലോട്ട് കയറിയപ്പോൾ എനിക്ക് ലോണിന് അപേക്ഷ വെക്കേണ്ടി വന്നു. ഉദ്ദേശിച്ച ലോണ് അവിടെ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കൊച്ചിന് ഫീസ് അടക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പൈസ അടക്കാൻ തികഞ്ഞില്ലായിരുന്നു ലോണ്. ആ സമയത്ത് തന്നെ അതേ മാസത്തിൽ ഒരു സിസ്റ്റർ മുഖാന്തരം ദുബായിലുള്ളൊരു ഡോക്ടർ എൻ്റെ മകൾക്ക് ഈ വർഷത്തെ ഫീസ് പകുതി അടക്കാൻ വേണ്ടി സഹായിച്ചു. അതിന് ആ കുടുംബത്തോടും തിരുകുമാരനോടും അമ്മ മാതാവിനോടും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പിന്നെ ഞാൻ ഹോം നേഴ്സിന് പോകുമ്പോൾ കിടപ്പ് രോഗികളെയാണ് നോക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര അറപ്പും കാര്യങ്ങളല്ലായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തതില്ല. ഞാൻ ഉടമ്പടി വന്നതിന് ശേഷം എനിക്ക് അവരെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ട്. ഉടമ്പടി തൈലം അവരുടെ നെറ്റി മുതൽ ഉള്ളംകാല് വേദന ഞാൻ പുരട്ടിക്കൊടുക്കും. തളർന്ന് കിടന്നിരുന്ന അമ്മ പോലും എണീറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു മോന് കിട്ടിയ രോഗസൗഖ്യമാണ്. മോഹൻ എന്നും ടെൻഷൻ കയറുമ്പോൾ നെഞ്ചുവേദന എന്ന് പറയും. അങ്ങനെ ആശുപത്രി പോയി ECG എടുത്തായിരുന്നു. അന്നേരം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നത്, നെഞ്ചിടിപ്പുണ്ടെന്ന്. ഞാൻ പറയും നീ പേടിക്കണ്ട, ഞാൻ ഉടമ്പടി തൈലം പരത്തരാം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തൈലം പരട്ടി കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മോൻ എന്നോട് പറഞ്ഞു അമ്മേ എനിക്കത് ഇല്ല ഇപ്പോൾ ഒന്ന്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ. അതുപോലെ മകന് +2 ഉന്നത വിജയം നേടിക്കൊടുക്കണമെന്ന് അമ്മ മാതാവിനോട് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അവന് ഉന്നത വിജയത്തോടെ പാസ്സാകാൻ പറ്റി. പിന്നെ ഈ കാണുന്ന മോൻ ഇപ്പം ഒരു 3 വർഷത്തിനിടയിൽ നല്ലൊരു മകനായി എനിക്ക് കിട്ടി. അതിന് മുന്നേ അവൻ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നു. ഫോൺ അഡിക്റ്റ്, ഗെയിം കളി, ഇതൊക്കെയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു. അതിനോടുകൂടി ഗെയിം കളിയിലെല്ലാം അവൻ മാറി. അവൻ നല്ലൊരു പക്വതയായി എനിക്കൊരു നല്ല മോനായി അമ്മ മാതാവ് തന്നു. ചെറുപ്പം മുതൽ ചെറുപ്പത്തിൽ അവൻ ചെറുതുണ്ടാകുമ്പോൾ 2.5 വയസ്സുണ്ടാകുമ്പോൾ ഈ അലർജിയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് പരിഹാരം ആശുപത്രി കൊണ്ടുപോയി. അവനെ തിരിച്ചു കിട്ടില്ലായിരുന്നു. അന്നും ഇതുപോലെ ഞാൻ അമ്മ മാതാവിന് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എനിക്ക് എൻ്റെ മകന്. എല്ലാ വർഷത്തെ 8 നോയമ്പും ഞാൻ അവന് വേണ്ടി എടുക്കും. അവനെ ഞാൻ ഞങ്ങളുടെ പാണത്തൂർ പള്ളിയിൽ അവനെ വേണ്ടി അടിമ വെച്ചിട്ടുണ്ട്. അതും അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ കൃപ എന്നും എൻ്റെ മകന് ഇങ്ങോട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൾക്ക് പറയാനുള്ള അവളുടെ അനുഗ്രഹങ്ങളാണ്. അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അത് അവൾ പറയും. എൻ്റെ പേര് ഉണ്ണിമായ. ഞാൻ 2024 ഡിസംബർ 22 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്നെൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ്.
എനിക്ക് എക്സാം എന്ന് കേട്ടാലേ ഭയങ്കര ടെൻഷനാണ്. 10ാം ക്ലാസ് വരെ നല്ലപോലെ പഠിക്കുമായിരുന്നു, ഫുൾ A+ ഒക്കെ കിട്ടിയതാണ്. അതിനുശേഷം +1 തൊട്ട് നല്ല ഉഴപ്പാണ്, പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സയൻസ് എടുത്തതിൻ്റെ ബുദ്ധിമുട്ടും ബയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റാറുണ്ടായിരുന്നില്ല. പൊതുവേ അങ്ങനെ ഒരു കുട്ടികൾക്കും വരാത്തതാണ്, ബയോളജിയാണ് ഈസിയുള്ള സബ്ജക്റ്റ്. പക്ഷേ എനിക്ക് എത്ര കാണാപ്പാടം പഠിച്ചാലും മനസ്സിൽ നിൽക്കില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി, അത് ഫെയിലായിപ്പോയി. അമ്മ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് മാതാവിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയാൻ പോലും മടിച്ചിരുന്നൊരു കാര്യമായിരുന്നു അമ്മ ഉടമ്പടി എടുത്തതാ, അമ്മ എനിക്ക് ഇതുപോലെ എണ്ണ തേച്ച് തരുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ അമ്മേനോടും പറഞ്ഞു, റിസൾട്ട് വരുമ്പോഴും പറഞ്ഞു, അമ്മേൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തരട്ടെ, എന്നാലും ഞാൻ വിശ്വസിക്കുള്ളൂ, അല്ലാതെ ഞാൻ ഈ മാതാവിൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം എനിക്കതിന് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എന്നും മാതാവിനോട് സോറി ചോദിക്കാറുണ്ട്. അമ്മ റിസൾട്ട് വന്നപ്പോൾ എന്നെ പാസ്സാക്കി തന്നു. ആ സബ്ജക്റ്റ് ആ ഒരു പഞ്ചായത്തിൽ തന്നെ ഞാൻ മാത്രമേ ഫെയിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാതാവ് എന്നെ പാസ്സാക്കി തന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് എപ്പോഴും ഞാൻ അമ്മേൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ +1 +2 ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് എടുത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് ഇൻറ്റേർണൽ എക്സാമിനൊന്നും വലിയ ഉദ്ദേശിച്ച മാർക്കൊന്നും കിട്ടാതെയായി. അപ്പോഴും എനിക്ക് ടെൻഷനും കാര്യമൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ അകലെയാണ്, ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ കാശ് രൂപം കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാനിവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കുക, എനിക്ക് എന്തായാലും കാശ് രൂപം കൊണ്ടേ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കാശ് രൂപം കൊണ്ടുപോയി എക്സാം എഴുതി. എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അധികം പഠിക്കാൻ വേണ്ടിയൊന്നും സമയം കണ്ടെത്താറുണ്ടായിരുന്നില്ല. കൊന്ത ചൊല്ലുമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും കൊന്ത ചൊല്ലുമായിരുന്നു. പരീക്ഷയ്ക്കൊക്കെ ഫെയിലായവർക്ക് വേണ്ടിയും മുട്ടയിലെഴിഞ്ഞൊക്കെ ഞാൻ കൊന്ത ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവിൻ്റെ ഗ്രേസ് ഞാൻ പാസ്സായി. അതും ഞാൻ ജസ്റ്റ് പാസ്സേ ആഗ്രഹിച്ചുള്ളൂ. എനിക്ക് 250 മാർക്കാണ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. 39 മാർക്ക് എക്സ്ട്രാ എനിക്ക് തന്നു. 289 മാർക്കോടുകൂടി എന്നെ 2ാം ക്ലാസ്സോടുകൂടി പാസ്സാക്കി തന്നു. ഇപ്പോഴും ടീച്ചേഴ്സിനൊക്കെ അത്ഭുതമാണ്. കാരണം ഞാൻ അങ്ങനെ ഒന്നും പഠിക്കുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ അവർ പോലും പറഞ്ഞു, ഇൻറ്റേർണൽ എക്സാം പാസ്സാവാതെ, മോഡൽ എക്സാം പോലും പാസ്സാവാതെ എങ്ങനെ ഉണ്ണിമായ നീ പാസ്സായേ, നിനക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ എല്ലാവരെയും കൂടെ എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ കൂടെ ഞാൻ വേറൊരു റൂമിൽ പോയി അവിടുത്തെ 3-4 പിള്ളേരുമായിട്ട് കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് മെഴുകുതിരിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും എനിക്ക് അത്ഭുതമായിരുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് പോലും അറിയില്ല. കാരണം അവർക്ക് അത്രയും വിശ്വാസമൊന്നുള്ള കുട്ടികളായിരുന്നില്ല. പക്ഷെ മാതാവിൽ ഒരുപാട് വിശ്വസിക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയ രൂപമാണിത്. പിന്നീട് അങ്ങോട്ട് അവരും വിശ്വസിക്കാൻ തുടങ്ങി. നല്ലപോലെ വിശ്വസിച്ച് മാതാവിൽ പ്രാർത്ഥിച്ച ആ പിള്ളേർക്ക് നല്ല മാർക്കോട് കൂടി എന്നെ മാതാവ് പാസ്സാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ 2 പേരെ എനിക്ക് ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ പറ്റി. അവരോട് വന്നിട്ടുണ്ട്. പിന്നെ അമ്മേനോട് പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ പോയ പിന്നെ ഞാൻ ആദ്യം അമ്മ വിഷമിക്കുന്നതുകൊണ്ട് പറയേണ്ടെന്ന് വിചാരിച്ചാൽ, കാരണം അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന കാര്യം. പക്ഷെ ഇപ്പം എനിക്ക് പറയണം തോന്നി. എനിക്ക് ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ആ കോളേജിൽ തന്നെ ഒന്ന് മലയാളം സംസാരിച്ച് 500 രൂപയൊക്കെ ഫൈൻ വരുമായിരുന്നു. ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യം. ഉടമ്പടി എടുത്തേ പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഫൈൻ അടക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും അടക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് ഇത്രേ പറയാറുള്ളൂ, ആ ഫൈൻ അടയ്ക്കുന്ന പൈസ ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങാനെങ്കിലും ഞാൻ കൊടുത്തോളാം, പക്ഷേ വെറുതെ പോകരുത് എൻ്റെ കയ്യിൽ നിന്ന്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് നടന്നു കിട്ടി. പിന്നീട് ഒരിക്കലും എനിക്ക് ഫൈൻ വന്നിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇനി അങ്ങോട്ടും മാതാവിൻ്റെ ഒപ്പം ഉണ്ടാവും, എന്നെ കൂടെ നടത്തിക്കും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ എൻ്റെ പ്രേക്ഷിത വേല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ ഞാൻ പോയി അവർക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ പത്രം ഞാൻ ആശുപത്രി വഴി പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് എല്ലാ രോഗികൾക്കും ഞാൻ എത്തിക്കാറുണ്ട്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഉപവസിക്കും. ആ 1 ദശാംശം ഞാൻ അവിടെ എടുത്തു വെച്ച് അതും അതിന് കൂട്ടി ഞാൻ ഈ രോഗികൾക്ക് അനാഥാലയത്തിൽ പോകുമ്പോൾ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ രോഗികളായി കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി നടുവേദന എന്ന് പറഞ്ഞ് എന്നും വൈകുന്നേരം വന്ന് തൈലം പുരട്ടിത്തരണം എന്ന് പറയും. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തൈലം പുരട്ടി കൊടുക്കും. ആ ചേച്ചിക്ക് നടുവേദന കുറഞ്ഞു കിട്ടി, ഇപ്പോൾ ഇല്ല നടുവേദന.
അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എന്നും അമ്മയുടെ പ്രത്യക്ഷീകരിച്ച സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഒരുത്തണേ മാതാവേ. നന്ദി.